എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മഞ്ഞ് വീണൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് 2025 കാനഡയിലേക്ക് ആൾക്കാരെ എടുക്കുമോ? ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇനി ഇപ്പം കാനഡയിലേക്ക് ആൾക്കാരെ എടുക്കില്ല, ഇനി പുതിയ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കാനഡയിലേക്ക് ആൾക്കാരെ എടുക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസസ് ആണ് ഇപ്പം ഇന്റർനെറ്റിൽ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഏകദേശം ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞ പാസ്റ്റ് ഇയേഴ്സും ഇപ്പം സംഭവിക്കാൻ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളുണ്ട്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞതുപോലെ തന്നെയാണ് 2025 കാനഡയിലേക്ക് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ ഒരുപാട് രീതിയിൽ കുറവൊന്നും സംഭവിക്കില്ല, പക്ഷെ കുറവ് സംഭവിക്കും. ഈ കുറവ് സംഭവിക്കുന്നതിന് പിന്നിലും ഇവിടെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററീസ് ഒന്ന് നോക്കാം. അതായത് 2025 എത്രത്തോളം ആൾക്കാരെയാണ് ഇവർ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് 395,000 ആൾക്കാരെ ആയിരിക്കും ഇവർ 2025 എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് പാസ്റ്റ് ഇയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് കുറവാണ് നമ്പർ. പക്ഷെ 2021 എത്രയായിരുന്നു വെച്ച് കഴിഞ്ഞാലും 405,000 ആൾക്കാരെ ആയിരുന്നു ഇവര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2022 ആയപ്പോഴത്തേന് കൂടി 437,000 ആൾക്കാരെ ഇവർ ഇൻവൈറ്റ് ചെയ്തു. പിന്നെ 2022 ആയപ്പോഴത്തേനും മാസ് ഇൻക്രീസ് ആണ് ഇതിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് 465,000 ആൾക്കാരെ ആയിരുന്നു ഇവർ 2024 ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പം അത് കുറഞ്ഞിട്ട് ഇനി 2025 ആവുമ്പോഴത്തേനും 395,000 ആൾക്കാരിലേക്ക് കുറയ്ക്കും എന്നാണ് ഇവർ പറയുന്നത്. അതായത് എല്ലാവരും പറയുന്നത് മാതിരി കാനഡ എന്ന് പറയുന്ന ഡോർ ക്ലോസ് ചെയ്യുകയൊന്നുമല്ല. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ മാസീവായിട്ട് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും പിന്നെ ജോബ്, മെയിൻ ആയിട്ട് ജോബാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ജോബും കനേഡിയൻ എക്സ്പീരിയൻസും. ഒരുപാട് ആൾക്കാർ ഇപ്പം പല പല ഫീൽഡിലുള്ള കോഴ്സസ് ഒക്കെ എടുത്തു വന്നിട്ട് ഇവിടെ അവർ പഠിച്ച ഫീൽഡിലല്ല വർക്ക് ചെയ്യുന്നത്, ഡിഫറെന്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇവിടുത്തെ കനേഡിയൻ എക്കണോമിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ PR പാത്വേസ്, അതായത് ഇപ്പൊ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ത്രൂ ഒരുപാട് ആൾക്കാർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതുവഴി ഒരുപാട് ആൾക്കാർക്ക് PR കിട്ടണം എന്നൊക്കെ ഒരു മോട്ടീവായിട്ടാണ് ഇവർ ഈ ഒരു നമ്പറിൽ റിഡക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അതായത് ഇപ്പൊ ഈ PR എന്നൊരു സംഭവം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ PR ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അവരുടെ വാലിഡ് ഡോക്യുമെന്റ്സ് ഒക്കെ തീരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ടെമ്പററി റെസിഡൻസിനെ പെർമനന്റ് റെസിഡൻസിയിലേക്ക് ആക്കിയിട്ട് എല്ലാ വർഷവും ഒരു പ്രോപ്പർ ഒരു ഫിക്സഡ് നമ്പർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രീവിയസ് ഇയേഴ്സിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇയറിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് പ്രോപ്പർ ആയിട്ട് അക്കോമഡേഷൻ ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ സെറ്റ് ചെയ്യുന്നതിന് പകരം ഇവരുടെ ഇമിഗ്രേഷൻ ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ളൊരു മോട്ടീവിലും നെക്സ്റ്റ് ഇയേഴ്സിൽ സഡൻ ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇനി മുതൽ ആ ഒരു ഹൈക്കില്ല. ഉള്ള ആൾക്കാരെ ഒരു സ്റ്റേബിൾ ലെവലിൽ കൊണ്ടുവരിക. അതായത് ഇത്ര പെർസെന്റേജ് ടെമ്പററി റെസിഡൻസ് മാത്രം മതി, ഇത്ര പെർസെന്റേജ് ആണ് പെർമനന്റ് റെസിഡൻസ് വേണ്ടതും, ഇത്ര പെർസെന്റേജ് മാത്രം ഇമിഗ്രൻസിന് ഇൻവൈറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ളതിൽ ഇത്ര പെർസെന്റേജ് ആൾക്കാർ അവർ പഠിച്ച ഫീൽഡിൽ ജോബ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യുക. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം മോസ്റ്റ്ലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ PR-ന് വേണ്ടിയിട്ടൊക്കെ ഇപ്പം വന്നിട്ട് സ്റ്റുഡൻസ് പഠിച്ചിട്ടും PR-ന് വേണ്ടിയിട്ടൊക്കെ പല പല പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പം ഇവിടുത്തെ ആക്ച്വൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രൊവിൻസിലും അവിടത്തേക്കുള്ള PR പാത്വേസ് ആണെങ്കിലും PNV പാത്വേസ് ആണെങ്കിലും ഒരുപാട് നമ്പർ കൂടിയത് കൊണ്ടിട്ട് അതിലും ഇൻവിറ്റേഷൻസ് കൂടിയത് കൊണ്ടിട്ട് ഇപ്പം കറണ്ട് ആയിട്ട് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു പോസ്റ്റിന്റെ സമയത്ത് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വാലിഡ് ഡോക്യുമെന്റ്സ് ഇല്ലാത്ത സിറ്റുവേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് കണ്ടത്. 2025 ഒരുപാട് ആൾക്കാർ വാലിഡ് ഡോക്യുമെന്റ് ഇല്ലാതെ കൺട്രി വിട്ട് പുറത്തേക്ക് പോകാൻ ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഈ ഒരു ഇമിഗ്രേഷന്റെ സഡൻ ആയിട്ട് വന്നിട്ടുള്ള ഹൈക്ക് കൊണ്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓൾറെഡി ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്പർ കൂടിയത് കൊണ്ടിട്ടും ആൾക്കാർ കൂടുതലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് കുറവും ജോലിയുടെ നമ്പർ കുറവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ റെഡ്യൂസ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ഡോർ ക്ലോസ് ഒന്നും ചെയ്യില്ല. അവർ പറയുന്നത് പറഞ്ഞാൽ ഈ നമ്പർ കുറയ്ക്കുക മാത്രമല്ല ബാക്കിയുള്ള സൈഡിൽ അവർ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്റ്റിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം കൺട്രി ചൂസ് ചെയ്തിട്ട് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, അങ്ങനെയുള്ള അതും മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിലാണ്. അതുവരെ ബൈ.